കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടേനി ഫാമിലിയിൽ 2 മാരേജ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിനുള്ള പർച്ചേസിങ്ങിനായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഒറ്റൊരു ദിവസത്തെ വീഡിയോ അല്ല കേട്ടോ, 2-3 ദിവസം ഒന്നിച്ച് ചേർത്തുകാണ്ട് ഒറ്റൊരു വ്ലോഗ് ആക്കിയതാണ്. ഷോപ്പിംഗ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാര് എന്റെ കൂടെ പോരിട്ടോ. ആദ്യം ഞങ്ങൾ പോണത് SM സ്ട്രീറ്റിലേക്കാണ്. മക്കൾക്കുള്ള ഡ്രസ്സാണ് ആദ്യം നോക്കണത്. ആദ്യം ഞാൻ വിചാരിച്ചിത് ഡ്രസ്സൊന്നും എടുക്കണ്ട, ഇവിടെ ഉള്ള ഡ്രസ്സൊക്കെ ഇടാ, കാരണം ഞാൻ തിരിച്ച് സൗദിയിലേക്ക് പോയാൽ അവിടെ പാർട്ടി വെയർ ചുരിദാറും കാര്യങ്ങളും ഒന്നും ഇടാൻ കഴിയൂല. വെറും ഒരു മാരേജിന് മാത്രമായിട്ട് ഡ്രസ്സ് എടുക്കണ്ടെന്നേനി എന്റെ തീരുമാനം. പക്ഷെ ഇക്കാക്ക നാട്ടിലേക്ക് വന്നതിന് ശേഷം ആ തീരുമാനമൊക്കെ മാറി മറിഞ്ഞിട്ടോ. അധിക മാരേജിനും ഞങ്ങൾ സൗദിയിലായിരിക്കും ഉണ്ടാവുക. നാട്ടിലങ്ങനെ മാരേജിനൊന്നും നമുക്ക് കിട്ടലില്ല. ഞങ്ങളെ വെക്കേഷന് ജൂൺ ജൂലൈ ആണ് ഉണ്ടാവുക. ആ സമയത്ത് അങ്ങനെ മാരേജ് ഒന്നും ഫാമിലിയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ കിട്ടുന്ന മാരേജാണ്. അതിന് ഡ്രസ്സ് ഇടാതെ ഉള്ളതിട്ട് പോവണ്ട, നമുക്ക് പുതിയത് എടുക്കാന്നാണ് ഇക്കാക്ക് പറഞ്ഞത്. ആദ്യം ഒരു ഷോപ്പിൽ കയറി ഇലൂന് അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടോ. ഇലൂനൊരു ഷറാറ മോഡൽ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ പിന്നെ കാണിച്ചരേ. കാരണം എന്താ വെച്ചാല് ഓക്ക് ഡ്രസ്സ് എടുക്കുന്ന തിരക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ബോയ്സിന് എടുക്കാനാണ് പോയത്. ഇത് വേറെ ഷോപ്പിലാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല അടിപൊളി മോഡൽസ്, വെറൈറ്റി മോഡൽസ് ഒക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൂ കേട്ടോ. സൗദിയിൽ എപ്പോഴും കാണുന്ന ഒരേ മോഡൽസ് തന്നെയാണ് ഇപ്പോഴും കാണാൻ പറ്റണത്. അപ്പം ഞാൻ വിചാരിക്കേനി ഇനി മുതൽ നാട്ടിൽ വരുമ്പം ഇവിടുന്ന് 2-3 കൂട്ടൊക്കെ എടുത്ത് അങ്ങോട്ട് പോവാണെന്ന്. ഇവിടാണ് മോഡൽസും കാര്യങ്ങളൊക്കെ മാറി മാറി വരുന്നത്. ഇത് കാലിക്കറ്റ് ബഷീർ റോഡിലുള്ള District 11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. ബോയ്സിന് ഡ്രസ്സ് എടുക്കാൻ പോയ ഷോപ്പില് ഇങ്ങനെ ഗേൾസിന്റെ കുറെ ഇമ്പോർട്ടഡ് ഐറ്റംസ് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാട്ടോ. ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നോക്കിയത്. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഇതാ ഈ കാണുന്നൊരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്കും ഇലൂനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ഞാൻ എന്തായാലും ഇലൂനൊന്ന് എടുത്തിട്ടോ. കഴിയണതും ഇലൂന്റെ ഏരിയയിലേക്ക് ഞാൻ പോവാതെ നിൽക്കുകയാണ് ചെയ്യല്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഏതെങ്കിലും നല്ലൊരു ക്യൂട്ട് ഡ്രസ്സ് കണ്ടാല് എനിക്കത് ഇലൂന് എടുക്കണം എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിമം ഞാൻ നോക്കാതെ നിൽക്കുകയാണ് കേട്ടോ എപ്പോഴും ചെയ്യല്. ഓക്കെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് വീഡിയോക്കും വേണ്ടി ഞാൻ നോക്കിയതാണ്. അപ്പൊ നോക്കിയപ്പോൾ അത് കണ്ടപ്പം അത് എനിക്ക് എടുക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇലൂന്റെ അതൊക്കെ എടുക്കലും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ആദ്യൻ്റെതാണ് കേട്ടോ. ആദ്യം 2-3 ഡ്രസ്സ് മാറി മാറി ഇട്ട് നോക്കി. അങ്ങനെ ഓൻക്കും കിട്ടി 2 കൂട്ടം. അങ്ങനെ എന്തായാലും മക്കളെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി എനിക്കും ഉക്കാക്കുമാണ് എടുക്കാനുള്ളത്. ഡ്രസ്സിന്റെ ഭാഗം കംപ്ലീറ്റ് ആയി എന്നാട്ടോ പറഞ്ഞത്. ഇനി ഷൂവിന്റെ ഏരിയയിലേക്ക് പോവാനുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് തൊട്ടടുത്ത് തന്നെ ഷൂവിന്റെ ഷോപ്പുണ്ട്. അപ്പൊ അവിടേക്കാണ് പോയത്. അപ്പോൾ ഈ ഏരിയയിലുള്ളത് കഴിഞ്ഞിട്ട് അടുത്ത ഏരിയയിലേക്ക് പോവാന്നാ വിചാരിക്കുന്നത്. അപ്പോൾ അമ്മിമോൻക്കൊരു ഷൂ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയിട്ടുള്ളത്. ഈ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റി ഐറ്റം ഷൂകളുണ്ട്. വെഡിങ്ങിന് പറ്റിയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് ടൈപ്പ് ഷൂകളുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കിയിട്ടുള്ളത് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിരിക്കണം, എന്നാൽ പിന്നെ ഇടാൻ പറ്റണം. അഥവാ ഒരു കല്യാണത്തിന് മാത്രമായി ഇട്ട് കണ്ട് അത് അവിടെ മൂലക്കൽ കിടക്കരുത്. അപ്പോൾ ഇപ്പം എടുത്താൽ പിന്നെ ഇടാൻ പറ്റണം എന്നുള്ളൊരു ടൈപ്പാണ് നമ്മൾ നോക്കി നടന്നത് കേട്ടോ. അങ്ങനെ അവിടുന്ന് 2-3 എണ്ണമൊക്കെ ഇട്ട് നോക്കി. അങ്ങനെ അവിടുന്ന് പറ്റിയതൊന്നും എടുത്തിട്ടോ. എനിക്ക് ഈ ഒരു ഏരിയയിലുള്ള എല്ലാ ഷോപ്സിലും പെരുന്നാരാവ് പോലെ നല്ല തിരക്കേനി. എന്തുകൊണ്ടാണ് ഈ ഒരു ടൈമിന് ഇത്രയും തിരക്കെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി ഇതിപ്പോ മാരേജിന്റെ സീസൺ ആവോ എന്തോ ആർക്കറിയാം. എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ ഏരിയയില് എല്ലാ ഷോപ്സിലും. അങ്ങനെ അവിടുന്ന് കിട്ടിയ ഷൂവും പാക്കാക്കി ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോ ഒരു ലോഡഡ് ഫ്രൈസ് തെരഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിൽക്കുമ്പോ ഇൻസ്റ്റയിൽ ഓരോരോ റീല് കാണലുണ്ട്. കാലിക്കറ്റിൽ ഓരോ സ്ഥലത്ത് നിന്ന് ലോഡഡ് ഫ്രൈസ് വാങ്ങിയിട്ട് അതിന്റെ ടേസ്റ്റിന്റെ മഹിമ പറയണത്. അന്നേ വിചാരിച്ചിന് നാട്ടിലെത്തിയാൽ ഇതൊന്ന് വാങ്ങി കഴിക്കണം എന്നുള്ളത്. നാട്ടിലെത്തിയാൽ കഴിക്കണം എന്നുള്ള ലിസ്റ്റിലുള്ളതാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അങ്ങനെ അത് തിരഞ്ഞിറങ്ങിയപ്പോൾ കണ്ടത് മൊത്തം ലോഡഡ് ഫ്രൈസിന്റെ കടകളാണ്. ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് ലോഡഡ് ഫ്രൈസിന്റെ കടകളുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് അറിയാത്തത് കാരണം ഏതോ ഒന്നെന്ന് വാങ്ങി. പക്ഷേ വിചാരിച്ച അത്ര ഒരു സുഖം കിട്ടിയിട്ടില്ല. എന്നാലും കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസത്തിന് ഏകദേശം ഒരു തീരുമാനം ആയിക്കിടും. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് എടുക്കലും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോണത് വേറൊരു ദിവസം. നാട്ടിലെത്തിയാൽ കഴിക്കണം എന്നുള്ള ലിസ്റ്റിൽ ഈ റെസ്റ്റോറൻറ്റിലെ മന്തി ഉണ്ടായിന് കേട്ടോ.
അപ്പം ഞങ്ങൾ ഉച്ചൻ്റെ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിന് ലഞ്ച് ഇവിടുന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത ചാലിയാറിൻ്റെ ഭംഗി കണ്ട് ഫുഡ് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ചാലിയാറിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഫുഡും കഴിച്ച് അവിടുന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ച് കണ്ട് നേരെ പോയത് ഇക്കാക്കൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് ഇക്കാക്കൻ്റെ വീട് കേട്ടോ. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ളൂ വേറൊരു വീടെടുത്ത് ഞങ്ങൾ മാറി താമസിച്ചിട്ട്. ഇതുവരെ ഞങ്ങളും ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇവിടേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഉമ്മനെയും ഇപ്പനെയും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓരെയും കൂട്ടി പോയി ഓർക്ക് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഓലെയും കൂട്ടി പോയി ഡ്രസ്സ് എടുക്കലാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഉദ്ദേശം. ഇപ്പൊക്ക് ഷർട്ട് അടിക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടേനി. അപ്പൊ ഉമ്മനെയും ഇപ്പനെയും കൂട്ടി പോയി കണ്ട് അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടോ. ഇനി അടുത്ത ദിവസം ഇന്ന് ഞങ്ങൾ പോണത് ഹൈലൈറ്റ് മാളിലേക്കാണ്. ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ടാവാം ഏത് സ്ഥലത്ത് പോയാലും തിരക്കും ബ്ലോക്കും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഹൈലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. ഞങ്ങളിപ്പോഴും ബ്ലോക്കിലിരിക്കുകയാണ്. അങ്ങനെ ഒച്ച ചെയ്യണ പോലെ എഞ്ഞ് പോയിട്ട് അവസാനം ഞങ്ങൾ അങ്ങനെ പാർക്കിങ്ങിൽ എത്തിപ്പെട്ടു. ഹൈലൈറ്റ് മാളിന്റെ പാർക്കിംഗ് കംപ്ലീറ്റ് ഫുൾ ആയതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾക്ക് പാർക്കിങ്ങിന് കിട്ടിയത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതിന്റെ പാർക്കിങ്ങിലേക്കൊക്കെ വരുന്നത്. ഹൈലൈറ്റിലേക്ക് എപ്പോഴും വരുന്നല്ലാതെ ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കണ്ടിട്ടില്ലേനി. അതെന്തായാലും ഇന്ന് അവിടെയൊക്കെ ഒന്ന് കാണാനായിട്ടു. അങ്ങനെ ഹൈലൈറ്റിൽ കയറി ആദ്യം തന്നെ ഇക്കാക്കൊക്കെ ഷർട്ട് നോക്കാനാണ് ഈ ഷോപ്പിൽ ഇപ്പം കയറിയിട്ടുള്ളത്. ഇവിടുന്ന് ഇക്കാക്ക 2-3 ഷർട്ടൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അവിടുന്ന് ഞാനൊരു ഇലുവിൻ്റെ വീഡിയോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇപ്പം നടക്കുന്നത്. ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഇലുവിനൊരു കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത്. പിന്നെ ഇവിടെ തന്നെ 2-3 ഷോപ്സിൽ കയറി ഇറങ്ങിയിട്ടോ. ഇക്കാക്കൊക്കെ സൗദിയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് ഡ്രസ്സ് വേണേനി. അപ്പം അതും കൂടെ ഇവിടുന്ന് നോക്കിയിട്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ച് ബാഗ്സൊക്കെ കണ്ടപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്തതാണ്. പിന്നെ ചെരുപ്പ് നോക്കാൻ വേണ്ടി വേറൊരു ഷോപ്പിൽ കയറി. അപ്പോൾ ഇവിടുന്ന് ചെരുപ്പ് ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഗെയിം ഉണ്ട്. ഇവിടെ കുട്ടികളെ പുതിയതായിട്ട് കുട്ടിയൊക്കെ കളിക്കണ എന്തോ ഒരു സംഭവം മേലെ വന്നാണ്. അപ്പോൾ അത് ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ജയിച്ചാൽ ഈ ഒരു കാർഡിൽ 10% ഡിസ്കൗണ്ട് കിട്ടുമെന്നാണ് പറയണത്. ഇതൊക്കെയാണ് ബിസിനസ് മൈൻഡ്. 10% ഓഫ് കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് എന്തായാലും എല്ലാവരും പോവും. പിന്നെ കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ച് കിട്ടിയതാവുമ്പം കുട്ടികൾക്ക് അങ്ങോട്ടേക്കൊന്ന് പോവാൻ ഇൻട്രസ്റ്റും ഉണ്ടാവും. ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നതാണ് കേട്ടോ അത്. പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോയോ കിട്ടുന്നില്ല കേട്ടോ. ഇവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് അങ്ങനെ ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് പോണ പോക്കില് പോപ്കോണും സ്വീറ്റ് കോണും ഒക്കെ വാങ്ങി കഴിച്ചിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഇറങ്ങിയത്. ഈ ഹൈലൈറ്റ് മാള് ശരിക്കും വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഇവിടെ വന്നാൽ വേറൊരു ലോകമാണ്. രാത്രി ഏതാ പകലേതാന്നൊന്നും അറിയൂല. എനിക്ക് സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് മാളിൽ വരുന്ന ആ ഒരു സുഖം എന്തായാലും വേറൊരു മാളിൽ പോയിട്ടും കിട്ടിയിട്ടില്ല. ഇവിടെ വന്ന് ഈ ഫുഡ് കോർട്ടിൽ എത്ര നേരം വേണമെങ്കിലും അങ്ങനെ ഇരിക്കാൻ പറ്റും സംസാരിച്ചു കണ്ട്. ഇങ്ങക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയണോ? ഞാനിവിടെ ഇപ്രാവശ്യം വന്നപ്പോഴും ഇക്കാക്കനോട് പറയേനി ഹൈലൈറ്റ് മാള് വേറെ തന്നെ ഒരു വൈബാണല്ലേ എന്നുള്ളത്. പോണ വൈമൽ ഇതുപോലൊരു തട്ടുകട കണ്ടപ്പം അവിടുന്ന് 2-3 കടികളൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നേ. ഈ കേരളത്തിലുള്ള എല്ലാ റോഡുകളും ഒരു കുഴപ്പമില്ലാതെ ഇതുപോലാണെന്നുണ്ടെങ്കിൽ എത്ര നന്ദിനിയല്ലേ. എനിക്ക് ഈ ഭാഗത്ത് കൂടെയുള്ള യാത്ര ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം എന്താ വെച്ചാല് നല്ല റോഡും 2 സൈഡിലും പച്ചപ്പും നല്ല അടക്കം ഒതുക്കമുള്ള ബിൽഡിങ്ങുകളും. എന്തായാലും ഈ വഴിയിലൂടെ യാത്ര നല്ല രസമാണ്. പിന്നെ ഈ പുഴവക്കത്ത് കാണുന്നതാണ് കടവ് റിസോർട്ട്. തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ട് ഉണ്ടായിട്ട് ഇതുവരെ ആയിട്ടും അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ക്രിസ്മസ് ആയതുകൊണ്ട് രാത്രി കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് കണ്ട് ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടേനി. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് വീണ്ടും SM സ്ട്രീറ്റിലേക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് ചുരിദാർ നോക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഇങ്ങനെ തെരഞ്ഞ് നോക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ ആദ്യം കയറല് ഇവിടെ വന്നാൽ ഈ കസിൻസിലാണ് നല്ല കളക്ഷൻസ് കൂടുതലും ഉള്ളത്. അപ്പം അവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ വേറെ ഷോപ്സിലൊക്കെ കയറി ഇറങ്ങി നോക്കുക. അപ്പം ഞാൻ അവിടുന്ന് 2 ചുരിദാറും കൊടുത്ത് വേറൊരു ഷോപ്പിൽ നിന്ന് ഒരു ചുരിദാറും കൊടുത്ത് അത് കഴിഞ്ഞ്
ഇതാ ചെരുപ്പ് വാങ്ങാനായിട്ട് വന്നിണ്. ഇലൂന് ആ ചെരുപ്പ് കൊടുത്ത് ഞാനൊരു പാർട്ടി വെയർ ടൈപ്പ് ചെരുപ്പ് കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ പോണത് പുതിയാപ്പയിലുള്ള ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. പോണ പോക്കില് കുറേ നേരം ബ്ലോക്കിൽ നിൽക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ കണ്ട വൈമന്ന് അവിടുന്ന് കാടമുട്ട ഇതാ ഇപ്പം ഈ കണ്ട ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടോ. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടേനി. ഏതാണെന്ന് പോലും ഞാൻ ഓർക്കണില്ല ഇപ്പം ആ കട. കാരണം ഒരുപാട് തട്ടുകടകൾ ഇങ്ങനെ വരിയായി ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഏതോ ഒന്നെന്ന് വാങ്ങിയതാണ്. പക്ഷെ എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് നേരം ബ്ലോക്കിൽ നിന്ന് ലാസ്റ്റ് അവസാനം വണ്ടിയിലെ പെട്രോൾ തീരാനായി ഞങ്ങൾ യൂ ടേൺ എടുത്ത് തിരിച്ചു വരേണ്ടി വന്നിട്ടോ. ഇതാ ഈ ലൈറ്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലൈറ്റ് കാണാതെ ബ്ലോക്ക് ആസ്വദിച്ച് കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നേ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ആരോ ഇട്ട റീലിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുവന്ന ഒരു വീഡിയോ ആണ്. ഇതാണ് ഈ ലൈറ്റിൻ്റെ ആകാശക്കാഴ്ച. നല്ല ഭംഗിയുണ്ട്, കുറേ ദൂരം കാണാണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇവിടേക്ക് പോകാനുള്ള പൂതിയും കെട്ടണ്. അപ്പം ലൈറ്റ് കാണാൻ പോയി കണ്ട് ഞങ്ങളങ്ങനെ ബ്ലോക്കും ആസ്വദിച്ചിട്ടാണ് വരുന്നത്. തിരിച്ചു വരുമ്പോൾ ഫാമിലിയിലെല്ലാവരും ബീച്ചിലുണ്ടേനി. അപ്പം ഞങ്ങൾ അവിടെ ബീച്ചിൽ ഇറങ്ങിയിട്ടോ. അപ്പം അമിമോനും ആദ്യമൊക്കെ വേറെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. ഇത് ചെയ്യുന്ന ആൾക്കാരെ കൂടെ ആരെങ്കിലും എന്തായാലും നിർബന്ധമായിട്ട് നിൽക്കണം. കാരണം അതിൽ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടി ഒലഞ്ഞ് വികാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരാൾ എന്തായാലും കൂടെ നിൽക്കൽ നിർബന്ധമാണ്. അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പാടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതോടുകൂടി ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഡേ ഇന്ന് വീണ്ടും ഹൈലൈറ്റിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താല്ലേ ഒരു മാരേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര വട്ടം നടക്കണം ഡ്രസ്സ് എടുക്കാനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളിത് ശരിക്കും എൻജോയ് ചെയ്യേണ്ട കേട്ടോ. കാരണം എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇതുപോലത്തെ അവസരങ്ങളൊക്കെ കിട്ടുള്ളൂ. അവിടെ ഇതൊന്നും ഉണ്ടാവൂലല്ലോ. അപ്പൊ ഇത് ഹൈലൈറ്റിൽ വന്നപ്പോൾ ഇങ്ങനെ പുതിയൊരു സ്റ്റാള് പോലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളെ ബുക്സ്, പിന്നെ ആ വാട്ടർ ബോട്ടിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. പിന്നെ ഇതാ ഇതുപോലത്തെ കാറുകൾ കണ്ടപ്പം ആദ്യം ഇവിടെ ഒന്ന് സ്റ്റെക്കായേ. ആദ്യക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറെ വാങ്ങി തരുമെന്നൊക്കെ ചോദിച്ചിനി, പക്ഷെ വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിനൊക്കെ ഒരു 1500 എബോ വരുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ പ്രൈസ്. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ആർട്ട് കണ്ടത്. അങ്ങനെ അതും നോക്കി പിന്നെ നേരെ ഫുഡ് കോർട്ടിലേക്ക്. ഇന്നൊരു ലക്ഷ്യം ഉണ്ടേനി നാട്ടിൽ വന്നാൽ കഴിക്കാനുള്ള ലിസ്റ്റിലുള്ള വേറെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് വാങ്ങിയിട്ടുള്ളത് സൈൻ ലബാനാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണ ഉദ്ദേശം എന്താ വെച്ചാല് ബീലബനും സൈൻ ലബനും സെയിം ടേസ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഈ കാണുന്ന ചീസ് ബോംബും പിന്നെ വേറൊരു പിസ്താഷ്യൂ ലോട്ടസ് കോംബോ ഉണ്ടല്ലോ, അതുമാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇത് കഴിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ബീലബനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ടും രണ്ട് ടേസ്റ്റാണ്. ബീലബൻ്റെ അത്രക്കൊന്നും എനിക്കിത് ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റാണ് ബീലബന്. അത് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും അതന്നെ ആയിരിക്കും ഇഷ്ടം കൂടുതൽ. പിന്നെ ഈ ചീസ് ബോംബ് എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ പിസ്താഷ്യൂ ലോട്ടസ് കോംബോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടേനി. ഇങ്ങനെ ഇപ്പം കഴിക്കണേനേക്കാളും നമ്മൾ ബാക്കി കൊണ്ടുവന്നുകാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് കഴിച്ചപ്പം അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടേനി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ കഴിയണതിനോടൊപ്പം ഈ വ്ളോഗും അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.